ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയുന്നത് KTM 390 അഡ്വഞ്ചറും അതുപോലെ തന്നെ റോയൽ എൻഫീൽഡ് ഹിമാലയനും തമ്മിലുള്ള കമ്പാരിസനാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഫുൾ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോകൾ കൂടുതൽ കിട്ടാനായിട്ട് നിങ്ങളൊന്ന് നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ KTM 390 അഡ്വഞ്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ KTM EICMA മോട്ടോർ സൈക്കിൾ ഷോയിലാണ് ആദ്യമായിട്ട് നമുക്ക് ഈ KTM 390 അഡ്വഞ്ചർ അവതരിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ ഈ EICMA മോട്ടോർ ഷോയിൽ അവതരിപ്പിച്ചത് തന്നെ ഒരു ഓളം ഉണ്ടാക്കിയിട്ടുള്ള വണ്ടി തന്നെയാണ് ഈ KTM 390 അഡ്വഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷം തന്നെ ഇന്ത്യയിൽ ഇറക്കാനാണ് KTM ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ADV സെഗ്മെൻറ്റിൽ, അതായത് അഡ്വഞ്ചർ സെഗ്മെൻറ്റിൽ ഹിമാലയനാണ് ഇപ്പോഴത്തെ ഒരു കിങ് തന്നെ പറയാൻ വേണമെങ്കിൽ അല്ല, കിങ് തന്നെയാണ് ഇപ്പോൾ തന്നെ. അപ്പോൾ അതിനെ മറികടക്കാനാണ് ഈ KTM 390 എന്ന മോഡൽ അവർ ഇറക്കുന്നത് തന്നെ. അപ്പോൾ അത് എത്രത്തോളം ഹിമാലയന് ബാധിക്കുമെന്ന് നോക്കാം നമുക്കൊന്ന്. അതുപോലെ തന്നെ ഹിമാലയൻ്റെ ട്രാക്ക് റെക്കോർഡുകളും തകർക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നൊരു സ്പെസിഫിക്കേഷൻ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഇനി KTM 390 ഒരു എഞ്ചിൻ്റെ സവിശേഷത പറയുകയാണെങ്കിൽ 373.2 cc ആണ് എഞ്ചിൻ വരുന്നത്. അതായത് ഹിമാലയൻ്റെ 415 cc-നേക്കാൾ 19 PS പവർ കൂടുതലാണ് KTM-ൻ്റെ ഈ 390 വരുന്നത്. ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ എഞ്ചിനിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും KTM ഇത് കൊണ്ടുവന്നിട്ടില്ല ഈ ഒരു മോഡലിലേക്ക്. അതായത് KTM-ൻ്റെ ഡ്യൂക്കിൻ്റെ സെയിം ഒരു എഞ്ചിൻ സവിശേഷത തന്നെയാണ് ഈ മോഡലിൽ വന്നിട്ടുള്ളത്. അത് എത്രത്തോളം ഒരു അഡ്വഞ്ചർ ബൈക്കിന് ഫലപ്രദമാവുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. അതായത് നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് തന്നെ നമുക്കത് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു നേക്കഡ് അല്ലെങ്കിൽ സ്പോർട്സ് ബൈക്കിൻ്റെ ഒരു എൻജിൻ സവിശേഷത ഈ അഡ്വഞ്ചർ മോഡലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്രത്തോളം അതൊരു പ്രാക്ടിക്കലാവും നമുക്കൊന്ന് കണ്ടറിയേണ്ടി തന്നെ വരും. ഹിമാലയൻ്റെ എൻജിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര കാമും ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു മിഡ് റേഞ്ച് എൻജിനാണ് ഹിമാലയനിലുള്ളത്. അതുപോലെ തന്നെ KTM 390 വരുന്നത് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതുപോലെ ഹിമാലയനാണെങ്കിലും 5 സ്പീഡാണ് വരുന്നത്. പിന്നെ മറ്റൊരു വിശേഷം എന്ന് വെച്ചാൽ BS6 ആണ് 390 വരുന്നത്. KTM 390 BS6-ലാണ് വരുന്നത്. എന്നാൽ ഹിമാലയൻ ഇതുവരെ BS6-ക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല. അതിപ്പോൾ അപ്ഡേറ്റ് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ അങ്ങനൊരു ഡിഫറൻസ് ഉണ്ട് ഇതിൽ വരുന്നത്. KTM-ൻ്റെ ബൈക്കുകളെ മുൻനിരയിലുള്ള ഘടകങ്ങളായി സജ്ജീകരിക്കുന്നതിൽ പ്രശസ്തമാണ് ഒരു KTM എന്ന് പറയുന്നത്. അതുപോലെ തന്നെ KTM ഡ്യൂക്കിൻ്റെ അതേ ട്രെയിലിംഗ് ഫ്രെയിമാണ് ഈ 390 അഡ്വഞ്ചറിലും കൊടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ രണ്ട് സൈഡിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, 390 അഡ്വഞ്ചറിൽ കൊടുത്തിട്ടുള്ളത്. ഹിമാലയനിലാണെങ്കിൽ നോൺ അഡ്ജസ്റ്റബിൾ ആണ് സസ്പെൻഷൻ ഉള്ളത്. പക്ഷേ 390 അഡ്വഞ്ചറിനേക്കാളും കൂടുതൽ സസ്പെൻഷൻ ട്രാവൽ കിട്ടുന്നത് ഹിമാലയനിലാണ്. അപ്പോൾ കൂടുതലും സുഖം ഹിമാലയനിലായിരിക്കും യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുക. പിന്നെ പറയുകയാണെങ്കിൽ ഹിമാലയൻ്റെ മറ്റൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇതിൽ സ്പോക്ക് വീലാണ് കൊടുത്തിട്ടുള്ളത്. ഹിമാലയയിൽ 390 അഡ്വഞ്ചറിൽ നമുക്ക് അലോയ് വീൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഓപ്ഷണലായിട്ട് പോലും ഒരു സ്പോക്ക് വീൽ 390 ലഭിക്കില്ല. അപ്പോൾ 390 ഈ അലോയ് വീൽ കൊടുത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കൂടുതലും ഓഫ് റോഡിനേക്കാളും ഉപരി ഓൺ റോഡിന് അവർ പ്രാധാന്യം കൊടുത്തിരിക്കുക എന്നാണ് നമുക്ക് കരുതേണ്ടത് ഇതിൽ നിന്ന്. ഇനി രണ്ട് വണ്ടീൻ്റെ സീറ്റ് ഹൈറ്റ് പറയുകയാണെങ്കിൽ ഹിമാലയനിൽ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 800 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ KTM 390 അഡ്വഞ്ചറിൽ വരുന്ന സീറ്റ് ഹൈറ്റ് എന്ന് വെച്ചാൽ 855 ആണ്. അപ്പോൾ ഉയരം കുറഞ്ഞവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും 390-ൽ ഇരിക്കേണ്ട കാര്യത്തിൽ, കാലുകുത്തേണ്ട കാര്യത്തിൽ. ഹിമാലയനാണ് കൂടുതൽ ഇപ്പോൾ ബെറ്റർ ഓപ്ഷൻ എന്ന് നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാം. പിന്നെ വരികയാണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഹിമാലയനിലാണ് 220 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. KTM 390 അഡ്വഞ്ചറിലാണെങ്കിൽ 200 ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് റോയൽ എൻഫീൽഡ് ഹിമാലയൻ വാഗ്ദാനം ചെയ്യുന്നത്. ഇനി ടാങ്ക് കപ്പാസിറ്റി പറയുകയാണെങ്കിൽ KTM 390 അഡ്വഞ്ചറിൽ 14.5 ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹിമാലയനിൽ 15 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റിയും വരുന്നത്. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 390-ക്കാണ് കൂടുതൽ വരുന്നത് ഹിമാലയനേക്കാൾ. പിന്നെ പറയുകയാണെങ്കിൽ KTM-ൻ്റെ 390-ക്ക് വരുന്ന മൈലേജ്, എക്സ്പെക്റ്റഡ് മൈലേജ് എന്ന് പറയുന്നത് 28.5 ആണ് ഹൈവേയിൽ കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത്.
ഏതാണ്ട് ഡ്യൂക്ക് 390യുടെ സെയിം ഇതിൽ തന്നെയായിരിക്കും മൈലേജും കാര്യങ്ങളും ഉണ്ടായിരിക്കുക. ഇനി രണ്ട് വണ്ടിയുടെയും എക്സ്ഷോറും പ്രൈസ് പറയുകയാണെങ്കിൽ ഹിമാലയനാണെങ്കിൽ 1.80യും KTM 390ക്ക് എക്സ്പെക്റ്റഡ് പ്രൈസാണ്. കറക്റ്റായിട്ട് പുറത്ത് വിട്ടിട്ടില്ല ഒരു പ്രൈസും കാര്യങ്ങളൊന്നും. എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് 3-3.2 ആണ് വരുന്നത്, 3.2 ലാക്കാണ് വരുന്നത്. അപ്പോൾ ഹിമാലയൻ്റെ പോലെ അത്ര താങ്ങാൻ പറ്റുന്നൊരു വിലയല്ല 390ക്ക് വരുന്നത്. പക്ഷേ 390 അഡ്വഞ്ചറിൽ ട്രാക്ഷൻ കൺട്രോളും ഒരു TFT ഡിസ്പ്ലേയും പിന്നെ LED ലൈറ്റും കൊടുത്തിട്ടുണ്ട് അവർ KTMകാർ. ഈ ലോഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഒഫീഷ്യലായിട്ടൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും ഈ വർഷം ലാസ്റ്റ്, അതായത് ഡിസംബറിൽ പുറത്തിറങ്ങാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തൽ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോകൾ കൂടുതൽ കിട്ടാനായിട്ട് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനാബിൾ ആക്കുക. അപ്പോൾ താങ്ക് യു ഗൈസ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്താണ്. അപ്പോൾ സീ യു സൂൺ ഗൈസ്.